यूसुफ को सूखा गड्ढा में डाला, യോസഫിനെ വെള്ളമില്ലാത്ത കുഴിയിലാണ് ഇട്ടത്. हमें सत्यनाश की गड्ढा में डाला. നമ്മൾ എവിടെയാണ് ഇട്ടത്? നാശകരമായ കുഴിയിലായിരുന്നു നമ്മൾ. चलो ആമേൻ. यूसुफ का गड्ढा फिर भी ठीक था. യോസഫിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, യോസഫിന്റെ കുഴി എന്ന് പറയുന്നത് പിന്നെയും കുഴപ്പമില്ലാത്തതായിരുന്നു. അത് വെള്ളമില്ലാത്ത കുഴിയായിരുന്നു. हमारा गड्ढे में पूरा क्या है? നമ്മുടെ കുഴിയിൽ എന്താണുള്ളത്? कीचड़. നമ്മുടെ കുഴി മൊത്തം ചെളിയുടെ അവസ്ഥയാണ്. आमीन. ആമേൻ. क्योंकि चलो പ്രൈസ് ദി ലോർഡ്. उसमें से परमेश्वर हमें ऊपर लेकर आ गया. അവിടെ നിന്നാണ് ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. യോസഫ് का परेशानी बड़ा है क्या हमारा परेशानी बड़ा है क्या? ഇപ്പൊ നോക്കിയേ, യോസഫിന്റെ അവസ്ഥയാണോ വലുത് അതോ നമ്മുടെ അവസ്ഥയാണോ വലുത്? कौन सा गड्ढा अच्छा था? ഏത് അവസ്ഥയാണ് വലുത്? यूसुफ का गड्ढा अच्छा था क्या हमारा गड्ढा अच्छा है क्या? യോസഫിന്റെ കുഴിയാണോ നല്ലത് അതോ നമ്മുടെ കുഴിയാണോ നല്ലത്? हाँ यूसुफ का गड्ढा फिर भी ठीक था. യോസഫിന്റെ കുഴി എന്ന് പറയുന്നത് പിന്നെയും കുഴപ്പമില്ലാത്തതായിരുന്നു. सूखा गड्ढा था. അത് വെറും വെള്ളമില്ലാത്ത കുഴിയായിരുന്നു. हमारा गड्ढा पूरा कीचड़ था. നമ്മുടെ കുഴി എന്ന് പറയുന്നത് ചെളിയുടെ അവസ്ഥയായ കുഴിയാണ്. सूखा गड्ढा में जो पड़ा उस यूसुफ को ऊपर लेकर आकर मिस्रैम का मंत्री बनाया है. വെള്ളമില്ലാത്ത കുഴിയിൽ കിടന്ന യോസഫിനെ ദൈവം ഉയർത്തി ഒരു മന്ത്രിയാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ऐसे ये तो आप कीचड़ की गड्ढा में हमें जो पड़ा हुआ हमको उससे अधिक पोजीशन देना चाहिए ना. എങ്ങനെയാണെങ്കിൽ ചേറ്റിൽ കിടക്കുന്ന ചേറുള്ള ഒരു കുഴിയിൽ കിടക്കുന്ന നമ്മളെ ദൈവം എങ്ങനെ ഉയർത്തി വലുതാക്കുവാനായിട്ട് ഇടയായി തീരും? यूसुफ को इतना हमें सूखा गड्ढे में पड़ने वाले यूसुफ को एक अच्छा पोजीशन दिया. വെള്ളമില്ലാത്ത കുഴിയിൽ കിടന്ന യോസഫിന് ദൈവം നല്ല പൊസിഷൻ കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. कीचड़ का गड्ढे में पड़ने वाले हमको उससे अच्छा पोजीशन मिलेंगे ना. അങ്ങനെയാണെങ്കിൽ ചേറിന്റെ അവസ്ഥയിൽ കിടക്കുന്ന നമുക്ക് ദൈവം എങ്ങനെയുള്ള പൊസിഷൻ ആയിരിക്കും തരുന്നത്? हमें कहाँ पोजीशन मिलेंगे? നമുക്ക് ഏത് പൊസിഷനാണ് ലഭിക്കുന്നത്? मिस्र में नहीं मिलेंगे, മിസ്രൈമിലല്ല നമുക്ക് പൊസിഷൻ ലഭിക്കുന്നത്. धरती में नहीं मिलेंगे. ഈ ഭൂമിയിലല്ല പൊസിഷൻ നമുക്ക് ലഭിക്കുന്നത്. परमेश्वर हमें पोजीशन कहाँ देंगे? ദൈവം എവിടെയാണ് പൊസിഷൻ നമുക്ക് തരുന്നത്? स्वर्ग राज्य में परमेश्वर के साथ है. ആ സ്വർഗ്ഗത്തെ ദൈവത്തോട് കൂടിയാണ് നമുക്ക് പൊസിഷൻ ദൈവം स्वर्ग തരുന്നത്. राज्य में परमेश्वर के साथ है. ആ സ്വർഗ്ഗത്തെ ദൈവത്തോട് കൂടിയാണ് ദൈവം നമുക്ക് इस തരുന്നത്. कीचड़ को परमेश्वर बदलने जा रहे ഈ हैं. ദിവസങ്ങളിൽ ചേറിന്റെ അവസ്ഥയെ ദൈവം മാറ്റുവാൻ सत्यनाश के ആഗ്രഹിക്കുന്നു. गड्ढे को परमेश्वर बदलने जा रहे हैं. നാശകരമായ കുഴിയെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर स्वर्ग में अपने साथ हमें बैठने के लिए आपको परमेश्वर बुलाया है. ദൈവത്തോട് കൂടി ഇരിപ്പാൻ വേണ്ടി ദൈവം നമ്മളെ വിളിക്കുകയാണ്.